ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ ഹൊദൈദ തുറമുഖത്ത് ഇസ്രായേലിൻ്റെ ആക്രമണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ആക്രമണ വിവരം അറിയിച്ചത്. ഇസ്രായേലിന് നേരെ തുടർച്ചയായി ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയായാണ് തുറമുഖം ആക്രമിച്ചതെന്ന് നെതന്യാഹു പറഞ്ഞു. തുറമുഖം ലക്ഷ്യമിട്ട് 12 ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയതായി ഹൂതികളുമായി ബന്ധമുള്ള അൽ മസ്ര TV പറഞ്ഞു. നേരത്തെ ഹൊദൈദയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങളോട് IDF നിർദ്ദേശം നൽകിയിരുന്നു. തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളോടും എത്രയും വേഗം തുറമുഖം വിടാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നേരത്തെ യമന്റെ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. സെപ്റ്റംബർ 10 നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. സനായിലെ സൈനിക ആസ്ഥാനവും ഇന്ധന സ്റ്റേഷനുമാണ് അന്ന് ഇസ്രായേൽ ആക്രമിച്ചത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ന്യൂസ് ചാനലായ അൽ മസീറയുടെ ഓഫീസിനും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഹൊദൈദ തുറമുഖം ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ ഹൂതികളും ഇസ്രായേലിൽ ആക്രമണം നടത്തി. ഹൂതികൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ വ്യോമ പ്രതിരോധ സേന തകർത്തതായി സൈന്യം പറഞ്ഞു. ആഘാതങ്ങളോ പരിക്കുകളോ ഉണ്ടായതായി റിപ്പോർട്ടില്ലെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. മധ്യ ഇസ്രായേലിലും ജെറുസലേം പ്രദേശത്തും നിരവധി വെസ്റ്റ് ബാങ്ക് ജനവാസ കേന്ദ്രങ്ങളിലും സൈറനുകൾ മുഴങ്ങി. പടിഞ്ഞാറൻ യമനിലെ ഹൊദൈദ തുറമുഖത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്. അതിനിടെ ഗാസ പിടിച്ചെടുക്കാനായി കടുത്ത നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നു. ഓപ്പറേഷൻ ഗിദയോൺ ചാരിയറ്റ്സ് 2 എന്ന പേരിൽ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇതിനായി ഗാസ സിറ്റിയിൽ വിപുലമായ സൈനിക നടപടി ആരംഭിച്ചതായും താമസക്കാർ ഉടൻ പ്രദേശം വിട്ടുപോകണമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ നിയന്ത്രിത പ്രദേശമായി ഗാസയെ മാറ്റുമെന്നാണ് IDFൻ്റെ ഭീഷണി. യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 68 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈനികർ നേരിട്ടെത്തിയാണ് വെടിവയ്പ് നടത്തിയതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഹമാസിൻ്റെ സൈനിക സൗകര്യങ്ങൾ നശിപ്പിക്കാനായാണ് കരയുദ്ധം ആരംഭിച്ചതെന്നും ഗാസയിലെ ജനങ്ങൾ തെക്കോട്ടേക്ക് മാറിപ്പോകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഗാസ കത്തിയേരിക്കുമെന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ് അദ്രേയി കരയുദ്ധം തുടങ്ങിയതായുള്ള പ്രഖ്യാപനം നടത്തിയത്. അതിനിടെ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബം കരയുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ രംഗത്തെത്തി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് പുറത്ത് തടിച്ചുകൂടിയ കുടുംബാംഗങ്ങൾ ഗാസ സിറ്റിയിലെ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന് നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു. നെതന്യാഹുവിൻ്റെ വീടിന് പുറത്ത് ടെൻറ്റുകൾ കെട്ടിയാണ് പ്രതിഷേധം. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ 48 ഇസ്രായേലികളെയാണ് ഇനി തിരികെ എത്തിക്കാനുള്ളത്. ഇതിൽ 20 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്.